നമസ്കാരം. ഇസ്ലാമിക രാഷ്ട്രങ്ങളിലും യൂറോപ്യൻ രാജ്യങ്ങളും ട്രെൻഡിംഗ് ആയി സനാതന ധർമ്മവും പൈതൃകം വിളിച്ചോതുന്ന മഹാകുംഭമേളയും. അതെ, ലോകരാജ്യങ്ങൾ അത്ഭുതത്തോടെയാണ് കുംഭമേള നിരീക്ഷിക്കുന്നതെന്ന് പറയാം. കുംഭമേള ആരംഭിച്ച ദിനം മുതൽ സൈബർ ഇടങ്ങളിൽ കുംഭമേളയിൽ നിന്നുള്ള ദൃശ്യങ്ങളും വാർത്തകളും ഹിറ്റാവുകയാണ്. ഇസ്ലാമിക രാജ്യങ്ങളായ പാകിസ്ഥാൻ, സൗദി അറേബ്യ, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങൾ അടുത്തിടെയായി ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്ത കീവേഡ് മഹാകുംഭമേളയാണ്. കുംഭമേള സെർച്ച് ചെയ്ത രാജ്യങ്ങളുടെ പട്ടികയിൽ ആദ്യമുള്ളത് പാകിസ്ഥാനാണെന്നുള്ളത് എടുത്തു പറയണം. പിന്നാലെ ഖത്തർ, UAE, ബഹ്റിൻ എന്നീ രാജ്യങ്ങളിലാണ് മഹാകുംഭമേള ട്രെൻഡിംഗ് ആകുന്നത്. സിംഗപ്പൂർ, ഓസ്ട്രേലിയ, കാനഡ, അയർലൻഡ്, ബ്രിട്ടൻ, തായ്ലൻഡ്, അമേരിക്ക എന്നിവിടങ്ങളിലും വ്യാപകമായി ജനങ്ങൾ കുംഭമേളയുടെ വിശേഷങ്ങൾ സൈബർ ലോകത്ത് തിരയുന്നുണ്ട്. 45 കോടിയിലധികം പേർ ഒത്തുകൂടുന്ന ലോകത്തിലെ ഏറ്റവും വലിയ മഹാസമ്മേളനത്തെ അത്ഭുതത്തോടെ തന്നെയാണ് വിദേശ രാജ്യങ്ങളും നോക്കിക്കാണുന്നത്. ഇത്രയധികം ജനങ്ങളെ എങ്ങനെയാണ് സുഗമമായി കൈകാര്യം ചെയ്യുന്നതെന്നും കൗതുകമുണർത്തുന്ന സംഗതി തന്നെയാണ്. ഇന്ത്യയുടെ സംസ്കാരം ലോകരാജ്യങ്ങളിൽ സ്വാധീനം ചെലുത്തുന്നതിന്റെ തെളിവാണിതെന്ന് എടുത്തു പറയണം. ഇന്ത്യക്ക് പുറമെ ലോകത്തിന്റെ വിവിധ കോണിൽ നിന്നുള്ള കോടിക്കണക്കിന് പേരാണ് ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിലെ ത്രിവേണി സംഗമത്തിൽ പുണ്യസ്ഥാനത്തിനെത്തുന്നത്. ഇന്നലെ മകരസംക്രാന്തി ദിനത്തിലായിരുന്നു ആദ്യ സ്ഥാനം നടന്നത്. ഏകദേശം 3.5 കോടി പേരാണ് ഇന്നലെ മാത്രം സ്നാനം ചെയ്തത്. ഫെബ്രുവരി 26 വരെയാണ് മഹാകുംഭമേള. 45 നാൾ നീളുന്ന മേളയിൽ 35 കോടിയിലേറെ പേർ പങ്കെടുക്കുമെന്നാണ് അധികൃതർ നൽകുന്ന വിവരം. മേളയ്ക്ക് മുന്നോടിയായി നടന്ന സ്ഥാനത്തിൽ 25 ലക്ഷത്തിലേറെ പേർ പങ്കെടുത്തിരുന്നു. 144 വർഷത്തിലൊരിക്കൽ നടക്കുന്ന മഹാകുംഭമേളയുടെ സജ്ജീകരണങ്ങൾക്കായി അധികൃതർ 7000 കോടി ചെലവഴിക്കുന്നുണ്ട്. 2019 24 കോടി പേർ പങ്കെടുത്ത കുംഭമേളയ്ക്ക് വേണ്ടി 3500 കോടി രൂപയാണ് ചെലവഴിച്ചത്. അന്ന് 3200 ഹെക്ടർ സ്ഥലമാണ് താൽക്കാലിക നഗരവിന്യാസത്തിനായി നീക്കിവെച്ചതെങ്കിൽ ഇത്തവണ ഇത് 4000 ഹെക്ടർ ആണ്. ഘട്ടുകളുടെ നീളം 8 കിലോമീറ്ററിൽ നിന്ന് 12 കിലോമീറ്റർ ആക്കിയിട്ടുണ്ട്. പാർക്കിംഗ് ഏരിയയും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 3000 ക്യാമറകളുടെ സഹായത്താലാണ് ഇത്തവണ തിരക്ക് നിയന്ത്രിക്കുന്നത്. ഈ മാസം 25 മുതൽ 30 വരെയുള്ള മൗനി അമാവാസി കാലത്ത് 5 കോടി ഭക്തരെയാണ് പ്രതീക്ഷിക്കുന്നത്. പൂർണ്ണ കുംഭമേള, അർദ്ധ കുംഭമേള, മാഘ കുംഭമേള, മഹാകുംഭമേള എന്നിങ്ങനെ കുംഭമേളകൾ പലതുണ്ട്. 3 വർഷം കൂടുമ്പോൾ ഹരിദ്വാർ, പ്രയാഗ്രാജ്, നാസിക്, ഉജ്ജയിനി എന്നിവിടങ്ങളിലെ നദീതീരങ്ങളിലാണ് കുംഭമേളകൾ നടത്താറുള്ളത്. അർദ്ധ കുംഭമേള 6 വർഷത്തിനിടെ ഹരിദ്വാറിലും പ്രയാഗ്രാജിലും നടക്കും. മഹാകുംഭമേള പ്രയാഗ്രാജിൽ മാത്രമാണ് നടക്കുന്നത്. 12 വർഷങ്ങളിലെ ഇടവേളകളിൽ നടത്തപ്പെടുന്ന 12 പൂർണ്ണ കുംഭമേളകൾക്ക് ശേഷമാണ് മഹാകുംഭമേള നടക്കുന്നത്. 3 പുണ്യനദികളായ ഗംഗ, യമുന, സരസ്വതി എന്നിവ സംഗമിക്കുന്ന ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിലാണ് കുംഭമേള സംഘടിപ്പിക്കാറുള്ളത്. ഫെബ്രുവരി 26 അവസാനിക്കുന്ന മേളയിൽ ഇനി 4 പ്രധാന സ്ഥാനദിനങ്ങൾ കൂടിയുണ്ട്. ഭക്തർക്ക് പാപങ്ങളിൽ നിന്ന് മോക്ഷം നേടാൻ ജീവിതത്തിൽ ഒരിക്കൽ മാത്രം ലഭിക്കുന്ന അവസരമായി മഹാകുംഭമേള കണക്കാക്കപ്പെടുന്നു. പുണ്യനദികളിലെ സ്നാനം, ഉപവാസം, ദാനധർമ്മങ്ങൾ എന്നിവ ഇതിന്റെ ആചാരങ്ങളുടെ ഭാഗമാണ്. ഈ ഉത്സവം ഭക്തർക്ക് മോക്ഷത്തിനുള്ള വഴി തുറന്നു നൽകുമെന്നും വിശ്വസിക്കപ്പെടുന്നുണ്ട്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ന്യൂസ് ഡെസ്ക്, ഈനാട് മലയാളം.